ഹായ് ലേണേഴ്സ്, iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സെറ്റ് കൊമേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ നമുക്കിനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെൽ ക്രഡർ കമ്മീഷന്റെ ഒരു ക്വസ്റ്റ്യൻ വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. സോ ഇനി നമുക്ക് ഇന്ന് ബാലൻസ് ക്വസ്റ്റ്യൻസ് തൊട്ട് നോക്കാം. എ ബിസിനസ് പേഴ്സൺ purchased goods for 25 lakh and sold 80% of such goods during the accounting year ended 31st March 2023 എന്ന് ഇയർ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ. Then the market value of the remaining goods was 4 lakh. He valued the closing stock at cost. Okay. ഇവിടെ he violated the concept of ഏത് കോൺസെപ്റ്റ് ആണ് ഈ ഒരാൾ വയലേറ്റ് ചെയ്തതെന്നാണ് ചോദ്യം. ഇപ്പൊ ചോദ്യം ഇത്രയും വലിയ എമൗണ്ടുകൾ കണ്ടിട്ട് പേടിക്കേണ്ട, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരാള് എത്ര രൂപയുടെ ഗുഡ്സ് ആണ് വാങ്ങിച്ചത്? 25 ലക്ഷം രൂപയുടെ ഗുഡ്സ് അയാൾ പർച്ചേസ് ചെയ്തു. എത്രയാ സോൾഡ്? 80% വിറ്റു. അതായത് 25 ലക്ഷത്തിന്റെ സ്റ്റോക്ക് ഉണ്ട്, അതിൽ 80% വിറ്റു. 80% വിൽക്കുന്നു. അപ്പൊ 25 ലക്ഷത്തിന്റെ 80% സെയിൽ നടന്നു കഴിഞ്ഞാൽ ബാക്കി എത്ര റിമൈനിങ് വാല്യൂ എന്ന് പറയുന്നത്, റിമൈനിങ് ഗുഡ്സിന്റെ മാർക്കറ്റ് വാല്യൂ, റിമൈനിങ് ആയിട്ടുള്ള സ്റ്റോക്കിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 4 lakh ആണ്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന അതിന്റെ കോസ്റ്റ് എത്രയായിരിക്കും? റിമൈനിങ് സ്റ്റോക്കിന്റെ കോസ്റ്റ് പ്രൈസ്. ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന കോസ്റ്റ് പ്രൈസ് എത്രയാണ്? നമുക്കറിയാം 25 ലക്ഷം രൂപയുടെ ഗുഡ്സ് ആണ്. 25 ലക്ഷത്തിന്റെ സ്റ്റോക്കിന്റെ 80% വിറ്റു. അപ്പൊ ബാക്കി 20% നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് അല്ലെ. 25 ലക്ഷത്തിന്റെ 20% സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. 25 ലക്ഷത്തിന്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2,50,000. 25 ലക്ഷത്തിന്റെ 10% 2.5 ലക്ഷം വരും. അങ്ങനെയാണെങ്കിൽ 20% എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷവും 2.5 ലക്ഷവും കൂടെ കൂട്ടിയാൽ പോരെ? 5 ലക്ഷമാണ് നമ്മളുടെ കോസ്റ്റ് പ്രൈസ്. സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ്. ഇവിടെ ഒന്നും നമുക്ക് അധികം വലിയ കാൽക്കുലേഷൻസ് ഒന്നും വരുന്നില്ല. ഇപ്പൊ 25 ലക്ഷത്തിന്റെ 80% വിറ്റു, ബാക്കി 20% നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. ആ 20% എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. എങ്ങനെയാ കണ്ടുപിടിച്ചത്? 25 ലക്ഷത്തിന്റെ 10% കാണാൻ ഒരു 0 കളഞ്ഞാൽ മതി അല്ലേ. 2.5 ലക്ഷം എന്ന് പറയാം. ഈ 2.5 ലക്ഷമാണ് 10%. അങ്ങനെയാണെങ്കിൽ 20% എന്ന് പറഞ്ഞാൽ അതിന്റെ ഇരട്ടി, അതായത് 2.5 ലക്ഷം × 2 5 lakh ആണ് നമ്മളുടെ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ സ്റ്റോക്കിന്റെ മാർക്കറ്റ് പ്രൈസ് 4 ലക്ഷവും കോസ്റ്റ് പ്രൈസ് 5 ലക്ഷവുമാണ്. ഇനി ഹി വാല്യൂഡ് ദ ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് കോസ്റ്റ്. അയാള് ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് ഈ ഒരു സ്റ്റോക്ക് എത്ര രൂപയ്ക്കാണ് വാല്യൂ ചെയ്ത് വെച്ചത്? 5 ലക്ഷം എന്നാണ് എഴുതി വെച്ചത്. ഇങ്ങനെ എഴുതി വെച്ചത് കൊണ്ട് ഏത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആണ് അവിടെ വയലേറ്റ് ചെയ്തത്? മണി മെഷർമെന്റ് അല്ല എന്ന് നമുക്കറിയാം. മണി മെഷർമെന്റിൽ പറയുന്നത് എന്താണ്? നമുക്ക് മോണിറ്ററി ടേംസിൽ വാല്യൂ ചെയ്യാൻ പറ്റുന്ന, ക്വാണ്ടിറ്റേറ്റീവ്ലി നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കുള്ളൂ. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളൊന്നും എടുക്കില്ല. ഇനി പീരിയോഡിസിറ്റിയിൽ പറയുന്നത്, നമ്മൾ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഓരോ പീരീഡിലേക്കാണ് അല്ലേ. നമ്മുടെ ലൈഫ് ഓഫ് ദ ബിസിനസ്സിനെ ഈക്വൽ ആയിട്ടുള്ള പീരീഡുകളായി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പീരീഡിലേക്കാണ് നമ്മൾ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. യൂഷ്വലി 1 year ആണ്. നമ്മളുടെ കോസ്റ്റ് കോൺസെപ്റ്റിൽ പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അസറ്റുകളെ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ അസറ്റുകൾ എഴുതേണ്ടത് കോസ്റ്റ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മളത് പർച്ചേസ് ചെയ്ത വിലയുടെ കൂടെ അത് ഇൻസ്റ്റാൾ ചെയ്ത് അതിനെ വർക്കിംഗ് കണ്ടീഷനിലേക്ക് ആക്കുന്നത് വരെയുള്ള നമ്മളെ അസറ്റുകളെ ചില അസറ്റുകൾക്ക് ഇൻസ്റ്റലേഷൻ ഒക്കെ വേണ്ടി വരും അല്ലെ. എന്നിട്ട് അതിനെ വർക്കിംഗ് കണ്ടീഷനിലേക്ക് ആക്കുന്നത് വരെയുള്ള എല്ലാ കോസ്റ്റുകളെയും കൂട്ടിയിട്ടുള്ള കോസ്റ്റ് പ്രൈസിൽ വേണം അസറ്റുകൾ കാണിക്കാൻ. ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ വയലേറ്റ് ചെയ്തിട്ടില്ല, അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിനെ അവിടെ കോസ്റ്റ് പ്രൈസിലാണ് കാണിച്ചത്. പക്ഷെ അവിടെ വയലേറ്റ് ചെയ്തത് അപ്പോൾ ഏതാണ്? നമ്മളുടെ കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ ആണ് അവിടെ വയലേറ്റ് ചെയ്തത്. എന്താണ് നമ്മളുടെ കോൺസെപ്റ്റ് ഓഫ് കൺസർവേറ്റിസത്തിൽ പറയുന്നത്? അവിടെ പറയുന്നത്, നമ്മൾ ഒരിക്കലും ആന്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ് എന്നാണ്. അതായത് പ്രോഫിറ്റുകളെ ഒരിക്കലും ആന്റിസിപ്പേറ്റ് ചെയ്യരുത്, നമുക്ക് നമ്മുടെ അസറ്റുകളെ ഒരിക്കലും ഓവർ സ്റ്റേറ്റ് ചെയ്യരുത്, ലയബിലിറ്റീസിനെ ഒരിക്കലും അണ്ടർ സ്റ്റേറ്റ് ചെയ്യരുത്. അതായത് അസറ്റ് നമുക്കുള്ള അസറ്റുകളെ കാണിക്കാവുള്ളൂ, അത് കൂട്ടി കാണിക്കരുത്. ലയബിലിറ്റീസ് ഒരിക്കലും കുറച്ചും കാണിക്കരുത്. ആന്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ്, പ്രോഫിറ്റുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യരുത്. പക്ഷേ പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ്, നഷ്ടമുണ്ടാകുമെങ്കിൽ അതിനെല്ലാം പ്രൊവിഷൻ വെച്ചോളണം. ഇപ്പോൾ
ഒരു അസറ്റിന്റെ സ്റ്റോക്ക് പ്രൈസും മാർക്കറ്റ് പ്രൈസും നോക്കിയാൽ വിച്ച് എവർ ഈസ് ലോവർ അത് വേണം നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതാൻ. കാരണം എന്താ, കൺസർവേറ്റിസത്തിൽ പറയുന്നത് പ്രോഫിറ്റുകളെ ഒരിക്കലും ആന്റിസിപ്പേറ്റ് ചെയ്യരുത്. ഇപ്പോഴത്തെ മാർക്കറ്റ് വില 4 ലക്ഷമേ ഉള്ളൂ. നമ്മൾ പറയും ഇതിന്റെ മേടിച്ചപ്പോൾ 5 ഉണ്ടായിരുന്നു, ചിലപ്പോൾ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ 5 ലക്ഷം ആയാലോ എന്ന് വിചാരിച്ച് ഇപ്പോഴേ 5 ലക്ഷം എഴുതി വെക്കാൻ പറ്റുമോ? കൺസർവേറ്റിസത്തിൽ പറയുന്നത് അങ്ങനെ എഴുതരുത്. പ്രോഫിറ്റ് ആന്റിസിപ്പേറ്റ് ചെയ്യരുത്. ഭാവിയിൽ പ്രോഫിറ്റ് ഉണ്ടാകും എന്ന് കരുതി ഇപ്പോഴേ നമ്മൾ എഴുതി വെക്കരുത്. പക്ഷേ പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ് എന്നും കൺസർവേറ്റിസത്തിൽ പറയുന്നുണ്ട്. ലോസുകൾക്കെല്ലാം പ്രൊവിഷൻ വെക്കണം. അതായത് ഇപ്പോൾ 4 ലക്ഷമേ ഉള്ളൂ, 4 ലക്ഷത്തിന് തന്നെ എഴുതി വെക്കാം. അപ്പോൾ ലോസ് ഇനിയിപ്പം നമ്മൾ ആർക്കെങ്കിലും സാധനം വിൽക്കുന്നു, കടത്തിന് വിറ്റെങ്കിൽ അവിടെ ഡെറ്റ് ഉണ്ടായാൽ ഡൗട്ട്ഫുൾ ഡെറ്റുകൾക്ക് പ്രൊവിഷൻ വെക്കുന്നു. കാരണം അവർ പൈസ തന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നമ്മൾ പ്രൊവിഷൻസ് വെക്കുന്നു. അപ്പൊ ഇതെല്ലാം നമ്മുടെ കൺസർവേറ്റിസത്തിൽ പറയുന്നതാണ്. നമ്മൾ ഒരിക്കലും പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന് ആന്റിസിപ്പേറ്റ് ചെയ്തൊന്നും ചെയ്യരുത്. പക്ഷേ പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ്, ലോസുകൾക്കെല്ലാം പ്രൊവിഷൻ വെക്കണം. ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ 4 ലക്ഷമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 4 ലക്ഷമേ എഴുതാവുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം ഒരു 2 മാസം കഴിഞ്ഞ് വിൽക്കുമ്പോൾ ഈ പറഞ്ഞ 5 ലക്ഷം കിട്ടുമായിരിക്കും. പക്ഷേ നമ്മൾ ഒരിക്കലും പ്രോഫിറ്റ് ആന്റിസിപ്പേറ്റ് ചെയ്യരുത്. ലോസുകൾക്കെല്ലാം പ്രൊവിഷൻ വെച്ചുകൊള്ളണം. സോ ഇവിടെ നമ്മുടെ കൺസർവേറ്റിസം കോൺസെപ്റ്റ് അവിടെ വയലേറ്റ് ചെയ്തേക്കാണ് അല്ലേ. കാരണം അയാൾ 4 ലക്ഷം രൂപയേ ഉള്ളൂ മാർക്കറ്റ് വാല്യൂ, എന്നിട്ടും 5 ലക്ഷം എന്ന് തന്നെ അവിടെ എഴുതി വെച്ചു. സോ കൺസർവേറ്റിസം കോൺസെപ്റ്റ് ആണ് അവിടെ വയലേറ്റ് ചെയ്തത്. ഹിയർ ദ കോൺസെപ്റ്റ് ഓഫ് കൺസർവേറ്റിസം ഇൻ അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്സ് ദാറ്റ് while recording transactions one should be cautious and not overstate the asset or income and understate the liability or expense. അസറ്റുകൾ ഓവർസ്റ്റേറ്റ് ചെയ്യരുത്. അസറ്റുകൾ കൂട്ടിക്കാണിച്ചാൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടായി എന്നല്ലേ അർത്ഥം. ലൈബിലിറ്റി കുറച്ചും കാണിക്കരുത്. ലൈബിലിറ്റി കുറച്ച് കാണിച്ചാലും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടായെന്ന് തന്നെയല്ലേ എൻ്റെ അർത്ഥം. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു റെക്കഗ്നൈസ് ലോസസ് ഇമ്മീഡിയറ്റ്ലി റാദർ ദാൻ റെക്കഗ്നൈസിങ് പ്രോഫിറ്റ് ദാറ്റ് മേ ഓർ മേ നോട്ട് മെറ്റീരിയലൈസ് ഇൻ ദി ഫ്യൂച്ചർ. ലോസുകളെ ആദ്യമേ റെക്കഗ്നൈസ് ചെയ്യുക. നഷ്ടമുണ്ടാകും എന്നൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതിന് പ്രൊവിഷൻ വെച്ചോണം. ലാഭം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ഉണ്ടെന്നും പറഞ്ഞൊന്നും അത് എങ്ങും നമ്മൾ എഴുതി വെക്കാനായിട്ട് പാടില്ല. കാരണം നമ്മൾ പ്രോഫിറ്റുകളെ ആന്റിസിപ്പേറ്റ് ചെയ്യരുത്. ലോസുകൾക്ക് മാത്രമേ പ്രൊവിഷൻസ് വെക്കാവുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മളുടെ കൺസർവേറ്റിസത്തിൽ പറയുന്നത്. ഇനി ഇതെല്ലാം നമ്മുടെ അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. നെക്സ്റ്റ് വൺ, ദ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് വിച്ച് അസ്യൂംസ് ദാറ്റ് ബിസിനസ് വിൽ കണ്ടിന്യൂ ടു ഓപ്പറേറ്റ് ഫോർ ദി നിയർ ഫ്യൂച്ചർ. അതായത് ഏത് കോൺസെപ്റ്റാണ് പറയുന്നത്? ബിസിനസ് അതിനൊരു എൻഡില്ല, ഒരു എൻഡില്ല. ബിസിനസ് ഇങ്ങനെ ഒരു കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഓപ്പറേഷൻസ് ഒരിക്കലും നിൽക്കുന്നില്ല. ബിസിനസ്സിനൊരു എൻഡില്ല. അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ് എന്ന് പറയുന്ന ഏത് കോൺസെപ്റ്റ് ആയിരിക്കും? സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ നമുക്ക് ആൻസറിൽ തന്നെ ഉണ്ട് അല്ലേ. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണെന്ന് നമുക്കറിയാം. ഒരു ബിസിനസ് എന്ന് ഗോയിങ് കൺസേണിൽ പറയുന്നത്, ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരിക്കലും അവർ അടച്ചു പൂട്ടുന്നില്ല. അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് അടച്ചു പൂട്ടണം എന്ന് ചിന്തിച്ചുകൊണ്ടാണോ ആരെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരിക്കലും അല്ല. അപ്പോൾ ഗോയിങ് കൺസേണിൽ പറയുന്നത് ഒരു ബിസിനസ്സിന് ഒരിക്കലും എൻഡില്ല. അവർ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും അടച്ചു പൂട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരിക്കലും അടച്ചു പൂട്ടില്ല എന്നൊരു ചിന്തയോട് കൂടിയാണ് ബിസിനസ് തുടങ്ങുന്നത്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അല്ല എന്ന് നമുക്കറിയാം. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത് ബിസിനസ്സും ഓണറും രണ്ടും രണ്ടാണെന്നാണ് അല്ലേ. ബിസിനസ്സും ഓണറും രണ്ടുപേരും രണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ പോലും ബിസിനസിന്റെ ലയബിലിറ്റി സൈഡിൽ എഴുതുന്നത്. കാരണം ഓണർ എന്ന് പറയുന്നത് വേറൊരു വ്യക്തിയാണ്. അയാൾ ബിസിനസ്സിലേക്ക് ഒരു ക്യാപിറ്റൽ തന്നാൽ അത് ബിസിനസിന്റെ ബാധ്യതയാണ്, അയാൾക്ക് തിരിച്ചു കൊടുക്കണം അല്ലേ. ബിസിനസിന്റെ ഒരു ലയബിലിറ്റി ആണ്. അപ്പോൾ ബിസിനസ്സും അതിന്റെ ഓണറും സെപ്പറേറ്റ് പേഴ്സൺസ് ആണ് എന്നാണ് നമ്മുടെ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത്. ദെൻ കൺസിസ്റ്റൻസിയിൽ പറയുന്നത് എന്താണ്? സെയിം അക്കൗണ്ടിങ് പോളിസീസും അല്ലെങ്കിൽ മെത്തേഡുകളും എല്ലാം നമ്മൾ ഓരോ വർഷവും സെയിം അക്കൗണ്ടിങ് പോളിസീസും മെത്തേഡുകളും ഫോളോ ചെയ്യുക. കൺസിസ്റ്റന്റ് ആയിട്ട് പോകണം അല്ലേ. നമ്മളിപ്പോൾ ഡിപ്രീസിയേഷൻ ഒരു വർഷം WDVയിൽ ചെയ്തു, അടുത്ത വർഷം ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റിൽ ചെയ്യുന്നു. ഇത് കൺസിസ്റ്റൻസിക്ക് എതിരാണ്. കാരണം അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റുകൾ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകണം. എല്ലാ വർഷവും സെയിം അക്കൗണ്ടിങ് മെത്തേഡുകളും മറ്റും യൂസ് ചെയ്യുക. കാരണം നമുക്കൊരു ഈസി കമ്പാരിസൺ ഒക്കെ അവിടെ കുറച്ചുകൂടി നടക്കും അല്ലേ, ഒരേ മെത്തേഡിൽ തന്നെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ. ദെൻ ലാസ്റ്റ് വൺ, മാച്ചിങ് കോൺസെപ്റ്റ്. മാച്ചിങ് കോൺസെപ്റ്റ് എന്താണെന്ന് കഴിഞ്ഞ തൊട്ട് മുന്നേയുള്ള കണക്കിൽ നമ്മൾ പഠിച്ചതാണ്. ഓരോ വർഷത്തെയും എക്സ്പെൻസുകൾ ആ വർഷത്തെ റവന്യൂവുമായിട്ട് മാച്ച് ചെയ്യണം അല്ലേ. സോ ഇവിടെ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഈസ് വൺ ഓഫ് ദി അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ദാറ്റ് സ്റ്റേറ്റ് ദാറ്റ് എ ബിസിനസ് എൻറ്റിറ്റി വിൽ കണ്ടിന്യൂ റണ്ണിങ് ഇറ്റ്സ് ഓപ്പറേഷൻസ് ഇൻ ദി ഫോർസീയബിൾ ഫ്യൂച്ചർ ആൻഡ് വിൽ നോട്ട് ബി ലിക്വിഡേറ്റഡ് ഓർ ഫോഴ്സ്ഡ് ടു ഡിസ്കണ്ടിന്യൂ ഓപ്പറേഷൻസ് ഫോർ എനി റീസൺ. അപ്പം നമ്മുടെ ഗോയിങ് കൺസേണിൽ പറയുന്നത്
ഒരു ബിസിനസ്, അവരുടെ ബിസിനസ് ഓപ്പറേഷൻസ് തുടങ്ങുന്നത് എങ്ങനെ ഒരു എസ്റ്റിമേഷനില, അവർ അടുത്ത കാലത്തൊന്നും ഇത് അടച്ചു പൂട്ടുന്നില്ല, അല്ലെങ്കിൽ കുറേ വർഷങ്ങളിലേക്ക് ഈ ബിസിനസ് പോകും, അല്ലെങ്കിൽ ഇത് ഒരിക്കലും ലിക്വിഡേറ്റ് ആകില്ല എന്നൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് നമ്മളുടെ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. നെക്സ്റ്റ് നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ അസറ്റുകളും അതിൻ്റെ ഡിപ്രീസിയേഷൻ മെത്തേഡുകളും നമുക്കിവിടെ കാണാം അല്ലേ. നമുക്ക് ഓരോന്നും നോക്കാം. ഫ്രീ ഹോൾഡ് ബിൽഡിംഗ്, ഒരു ബിൽഡിംഗ് ആണെങ്കിൽ നമുക്കറിയാം ബിൽഡിങ്സിന് നോർമലി ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിലൊക്കെ നമുക്ക് ഡിപ്രീസിയേഷൻ കൊടുക്കാം. ഇനി അതവിടെ നിൽക്കട്ടെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. മൈൻസ് ആൻഡ് ക്വാറീസ്. മൈൻസിനും ക്വാറീസിനും ഒക്കെ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ഡിപ്രീസിയേഷന്? സിമ്പിൾ ആണ്, നമുക്ക് അറിയാം അല്ലേ, കാരണം ഡിപ്ലീഷൻ മെത്തേഡാണ് മൈൻസ് ആൻഡ് ക്വാറീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിപ്ലീഷൻ. ദെൻ ലീസ് ഹോൾഡ് ഇംപ്രൂവ്മെന്റ്സ്, പേറ്റന്റ്. ഇതിനകത്ത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെ ആദ്യം നമുക്ക് മാച്ച് ചെയ്ത് വെക്കാം അല്ലേ. മൈൻസ് ആൻഡ് ക്വാറീസിന് ഡിപ്ലീഷൻ ആണ്. ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ വേസ്റ്റിംഗ് അസറ്റുകൾക്ക് നമ്മൾ ഡിപ്ലീഷൻ ആണ് കൊടുക്കുന്നത്. അതായത് ഉപയോഗിക്കുന്നതോറും കുറഞ്ഞു പോകുന്ന അസറ്റുകളാണ് വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. മൈൻസും ക്വാറീസും ഒക്കെ വേസ്റ്റിംഗ് അസറ്റ് ആണ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് ആ അസറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിപ്ലീഷൻ മെത്തേഡാണ് അല്ലേ. ഡിപ്രീസിയേഷന് പകരം അതിനെ ഡിപ്ലീഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി പേറ്റന്റ്. പേറ്റന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഇൻടാഞ്ചിബിൾ അസറ്റുകളുടെ വാല്യൂ റൈറ്റ് ഓഫ് ചെയ്യുന്നതിനെ നമ്മൾ അമോർട്ടൈസേഷൻ എന്നായിരുന്നു അല്ലേ പറയുന്നത്. അതിന് ഡിപ്രീസിയേഷൻ എന്നല്ല. ഇൻടാഞ്ചിബിൾ അസറ്റുകളെ റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേര് അമോർട്ടൈസേഷൻ. ഓക്കെ, ഇനി നമുക്കറിയാം അല്ലേ, ഫ്രീ ഹോൾഡ് ബിൽഡിങ്ങിനാണെങ്കിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ലീസ് ഹോൾഡ് ഇംപ്രൂവ്മെന്റുകൾക്ക് ആനുവിറ്റി മെത്തേഡും കൊടുക്കാം. നമുക്ക് സിമ്പിളായിട്ട് കിട്ടി. A3 വരണം, A3 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. ഇനി B4 വരുന്നയും 2 ഓപ്ഷൻസ് ഉണ്ട്. D1 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ സി. ഇപ്പൊ ഇവിടെ ഫ്രീ ഹോൾഡ് ബിൽഡിങ്ങിന് നമ്മൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. മൈൻസ് ആൻഡ് ക്വാറീസിന് ഡിപ്ലീഷൻ ആണ് അല്ലേ. പേറ്റന്റ് ആണെങ്കിൽ അതിനെ അമോർട്ടൈസേഷൻ എന്ന് പറയും. ലീസ് ഹോൾഡ് ഇംപ്രൂവ്മെന്റുകൾക്ക് ആനുവിറ്റി മെത്തേഡും കൊടുക്കാം. ലീസ് ഹോൾഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ വർഷം ആനുവിറ്റി മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കണക്കാക്കാം അല്ലേ, കാരണം നമ്മൾ ഇത്ര നാളത്തേക്കാണ് ഈ ലീസിനൊക്കെ കൊടുക്കുന്നത്. സോ A3, B4, C2 ആൻഡ് D1. ഓപ്ഷൻ സി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ഓരോന്നും കാണാം. ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയും. കാരണം ഓരോ വർഷവും ഈക്വൽ എമൗണ്ട് വെച്ച് ആ അസറ്റിൽ നിന്ന് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് പോകും. അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് എൻഡ് ചെയ്യുന്നത് വരെ ഓരോ വർഷവും ഈക്വൽ എമൗണ്ട് വെച്ചായിരിക്കും റൈറ്റ് ഓഫ് ചെയ്യുന്നത്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് നമ്മളുടെ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ്. ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നാച്ചുറൽ റിസോഴ്സ് അല്ലെങ്കിൽ വേസ്റ്റിംഗ് അസറ്റുകളുടെ ഡിപ്രീസിയേഷനെ പറയുന്ന പേരാണ് ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. ദെൻ ആനുവിറ്റി മെത്തേഡ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ ഓൺ അസറ്റ്സ് ബൈ കൺസിഡറിംഗ് ദ അസറ്റ്സ് റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ കണക്കിലാണെങ്കിൽ നമ്മുടെ ലീസ് ഹോൾഡ് പ്രിമിസസിന് നമുക്ക് ആനുവിറ്റി മെത്തേഡ് യൂസ് ചെയ്യാം. ദെൻ അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻടാഞ്ചിബിൾ അസറ്റുകളുടെ വാല്യൂ ഡിക്ലൈൻ ചെയ്യുന്നതിനെ, പാസേജ് ഓഫ് ടൈം ഒക്കെ കൊണ്ട് ഇൻടാഞ്ചിബിൾ അസറ്റുകളുടെ വാല്യൂ കുറയുന്നതിനെ നമ്മൾ അമോർട്ടൈസേഷൻ എന്നും പറയാറുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദി ട്രൂ സ്റ്റേറ്റ്മെന്റ്. 2 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഇതിലെ ട്രൂ സ്റ്റേറ്റ്മെന്റിനെ ഐഡന്റിഫൈ ചെയ്യണം അല്ലേ. Statement 1. A trial balance is prepared to detect errors in the double entry system. ട്രയൽ ബാലൻസ് നമ്മൾ മെയിൻ ആയിട്ട് പ്രിപ്പയർ ചെയ്ത്, ട്രയൽ ബാലൻസിന്റെ ഏറ്റവും ബേസിക് ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മുടെ എററുകൾ ഉണ്ടോ എന്ന് നോക്കാനാണ് അല്ലേ. നമ്മളുടെ ലെഡ്ജർ അക്കൗണ്ടുകൾ കറക്റ്റ് ആയിട്ടാണോ പ്രിപ്പയർ ചെയ്തത് എന്നറിയാനാണല്ലോ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ടു ഡിറ്റക്ട് എറേഴ്സ് ഇൻ ദി ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ എററുകൾ ഉണ്ടോ എന്നറിയാനാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ശരിയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. എ ട്രയൽ ബാലൻസ് guarantees that there are no error in the financial statement. ട്രയൽ ബാലൻസ് നമുക്ക് ടാലിയായി, അതായത് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആണ്. ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളംസ് ഈക്വൽ ആണ്. അതായത് ട്രയൽ ബാലൻസ് ടാലി ആയെങ്കിൽ അതിനർത്ഥം നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ എററുകൾ ഒന്നുമില്ല, എല്ലാം ശരിയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ?
ഇല്ല. അങ്ങനെ നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റില്ല. ട്രയൽ ബാലൻസ് ടാലിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മൾ എഴുതിയതെല്ലാം ശരിയാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെ ചില തരത്തിലുള്ള എററുകളുണ്ട്. അത് നമ്മളുടെ ഈ ട്രയൽ ബാലൻസിലും മറ്റും റിഫ്ലക്റ്റ് ചെയ്യാത്ത എററുകൾ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഐറ്റം എഴുതിയില്ല, ആ ഒരു അക്കൗണ്ടന്റ് അത് എഴുതാൻ വിട്ടുപോയെങ്കിൽ, അക്കൗണ്ടന്റ് ആ ഒരു കാര്യം എഴുതാൻ വിട്ടുപോയി, കംപ്ലീറ്റ്ലി ഒമിറ്റ് ചെയ്തു, എറർ ഓഫ് ഒമിഷൻ അവിടെ നടന്നെങ്കിൽ നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ ട്രയൽ ബാലൻസ് അവസാനം ടാലി ആകും. ആ ഒരു എമൗണ്ട് അവിടെ ഡെബിറ്റിലും ക്രെഡിറ്റിലും വരുന്നില്ല, ദെൻ ആ ഒരു ട്രയൽ ബാലൻസ് ടാലി ആകും. പക്ഷേ ആ ഒരു എമൗണ്ട് അവിടെ വന്നിട്ടില്ല, സോ അവിടെ എററുകളില്ല, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അവിടെ സ്റ്റേറ്റ്മെന്റ് 1 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 ഓൺലി, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ നിങ്ങൾക്ക് കാണാം, trial balance is primarily used to detect errors in the double entry system by verifying if the total debits equal the total credit, indicating mathematical accuracy in ledger account. അപ്പോൾ ട്രയൽ ബാലൻസ് ശരിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ മാത്തമാറ്റിക്കൽ ആക്യുറസി മാത്രമേ അവിടെ ശരിയാകുന്നുള്ളൂ. മാത്തമാറ്റിക്കൽ ആക്യുറസി ഓക്കെ ആണ്. ദെൻ ട്രയൽ ബാലൻസ് ഇവിടെ നമ്മുടെ ഓപ്ഷനിലും അത് തന്നെയാണ് പറയുന്നത്. എററുകൾ ഡിറ്റക്ട് ചെയ്യാനാണോ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്? ശരിയാണ്, എറർ ഡിറ്റക്ട് ചെയ്യാനാണ്. അത് ഓപ്ഷൻ 1 സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. ഇനി ഈ ഒരു ട്രയൽ ബാലൻസ് ടാലി ആണെങ്കിൽ അത് എറർ ഒന്നുമില്ല എന്ന് ഗ്യാരണ്ടി ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം മാത്തമാറ്റിക്കൽ എറർ ഇല്ല എന്ന് മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ does not guarantee the complete absence of errors in the financial statement as it cannot identify errors like misclassification or omitted transaction. ചില കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയി. ഇപ്പം ഏതെങ്കിലും ഒരു ഐറ്റം ഡെബിറ്റിൽ എഴുതേണ്ടത് നേരെ ക്രെഡിറ്റിൽ എഴുതി, അപ്പോൾ ക്രെഡിറ്റിൽ ഉള്ളത് ഓട്ടോമാറ്റിക്കലി ഡെബിറ്റിലേക്ക് വരും. ഐറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയെങ്കിലും അങ്ങനെ, അല്ലെങ്കിൽ ഈ എറർ ഓഫ് ഒമിഷൻസോ കോമ്പൻസേറ്റിംഗ് എറേഴ്സോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. അത് നമ്മൾ വിചാരിക്കും ട്രയൽ ബാലൻസ് കാണുമ്പോൾ എല്ലാം കറക്റ്റ് ആണ്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്സ് ടോട്ടൽ ഈക്വൽ ആണ്. പക്ഷേ അവിടെയും ഈ തരത്തിലുള്ള എററുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരിക്കലും അത് കംപ്ലീറ്റ്ലി ട്രൂ ആണ് എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ദി ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഇൻ പ്രൊജക്ട് മാനേജ്മെന്റ്? ഇത് നമ്മുടെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്, നമ്മുടെ പ്രൊജക്ട് മാനേജ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ പ്രൊജക്ട് മാനേജ്മെന്റിൽ CPM ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്സും അതേപോലെ തന്നെ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്സ് PERT CPM ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡുമായിട്ട് നോക്കുമ്പോൾ ഇതിലേതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ് നോക്കാം. ക്രിട്ടിക്കൽ പാത്ത് ഈസ് ദി ഷോർട്ടസ്റ്റ് പാത്ത് ഇൻ ദ നെറ്റ്വർക്ക്. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ആ നെറ്റ്വർക്കിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് ആണോ? അല്ല. നിങ്ങൾ ആ നെറ്റ്വർക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഏറ്റവും ലോങ്ങസ്റ്റ് പാർട്ടാണ് ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ ഒരിക്കലും എ അല്ല. ആക്ടിവിറ്റീസ് ഓൺ ക്രിട്ടിക്കൽ പാത്ത് ഹാവ് 0 സ്ലാക്ക് ടൈം. യെസ്, അതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. അതായത് ക്രിട്ടിക്കൽ പാത്തിലുള്ള ആക്ടിവിറ്റീസിന് സ്ലാക്ക് ടൈം ഇല്ല. അതായത് ആ ഒരു ആക്ടിവിറ്റീസ് ഇനി നമുക്ക് അവിടെ വെയിറ്റിംഗ് ടൈം അവിടെ പറ്റില്ല, അല്ലേ? സ്ലാക്ക് ടൈം ഇല്ല. ഇനി ഇറ്റ് ഫോക്കസ് ഓൺ മിനിമൈസിങ് റിസോഴ്സ് യൂസേജ് മിനിമൈസ് ചെയ്യുന്നതാണോ നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിന്റെ ഫോക്കസ്? അല്ല. ഇറ്റ് ഈസ് എ പ്രോബബിലിസ്റ്റിക് മെത്തേഡ്. ഒരിക്കലും അതൊരു പ്രോബബിലിസ്റ്റിക് മെത്തേഡ് അല്ല. ഒരു പ്രോബബിലിറ്റി അല്ലല്ലോ അവിടെ പറയുന്നത്, കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. സോ അതൊരു ഡിറ്റർമിനിസ്റ്റിക് മെത്തേഡാണ്, പ്രോബബിലിസ്റ്റിക് അല്ല. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ക്രിട്ടിക്കൽ പാത്തിലുള്ള ആക്ടിവിറ്റീസിന് സ്ലാക്ക് ടൈം ഇല്ല, 0 ആണ് സ്ലാക്ക് ടൈം. സോ നമുക്കൊന്ന് നോക്കാം. Critical path represent the longest sequence of tasks in a project, meaning any delay on this path directly impact the project completion date. So, critical pathിലുള്ള ആ ഒരു ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും ഒരു ഡിലേ വന്നാൽ അത് നമ്മുടെ പ്രൊജക്റ്റിനെ ഡയറക്ട്ലി ഇമ്പാക്ട് ചെയ്യും. അതുകൊണ്ടാണ് അവിടെ സ്ലാക്ക് ടൈം 0 ആണെന്ന് പറയുന്നത്. Therefore, activities on this path have no slack time. So, ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള പാത്താണ്. അതേപോലെ തന്നെ ഈ ഒരു ഇത്രയും ലോങ്ങസ്റ്റ് പാത്ത് ആയതുകൊണ്ട് അതിൽ ഇനി ഡിലേ വന്നാൽ അത് നമ്മുടെ പ്രൊജക്റ്റിനെ ബാധിക്കും, അല്ലേ? ഡയറക്ട്ലി ഇമ്പാക്ട് ചെയ്യും. സോ ആ ക്രിട്ടിക്കൽ പാത്തിലുള്ള ആക്ടിവിറ്റീസിന് സ്ലാക്ക് ടൈം ഇല്ല. ദെൻ CPM primarily focus on identifying the critical path to ensure the project is completed on time. അതായത് പ്രൊജക്റ്റ് ഓൺ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യണം. അതിന് ക്രിട്ടിക്കൽ പാത്ത് കഴിഞ്ഞിട്ടൊരു ടൈം നമുക്കില്ല, അല്ലേ? അതിനൊരു സ്ലാക്ക് ടൈം ഇല്ല. സോ ആ ഒരു ടൈമിനുള്ളിൽ ഓൺ ടൈമിൽ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കുന്നത്. ദെൻ
CPM is considered a deterministic model. നമ്മൾ അവിടെ കണ്ടു പ്രോബബിലിസ്റ്റിക് എന്ന്. ഒരിക്കലും അതൊരു പ്രോബബിലിസ്റ്റിക് മോഡൽ അല്ല. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഒരു ഡിറ്റർമിനിസ്റ്റിക് മോഡലാണ്. അതായത് ഫിക്സഡ് ആക്ടിവിറ്റി ഡ്യൂറേഷൻസ് അവിടെ കാണും. ഓരോന്നിന്റെയും ഡ്യൂറേഷൻസ്, ആക്ടിവിറ്റീസിന്റെയും ഡ്യൂറേഷൻസ് നമുക്ക് അവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. ഒരു പ്രോബബിലിറ്റി അല്ല അവിടെ പറയുന്നത്, ഡിറ്റർമൈൻഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് അല്ലേ. ദെൻ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് ഉണ്ട്. PERT എന്ന് പറയുന്നത് ഒരു പ്രോബബിലിസ്റ്റിക് മെത്തേഡാണ്. പക്ഷേ നമ്മളുടെ ഈ ഒരു ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയുന്നത് ഡിറ്റർമിനിസ്റ്റിക് ആണെന്ന് കൂടി ഓർത്ത് വെച്ചോളൂ. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോ എ റിസർച്ചർ ഈസ് കണ്ടക്ടിങ് എ സ്റ്റഡി ടു അണ്ടർസ്റ്റാൻഡ് ദി പർച്ചേസിംഗ് ബിഹേവിയർ ഓഫ് കസ്റ്റമേഴ്സ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റോഴ്സ്. ഒരു റിസർച്ചർ ഒരു സ്റ്റഡി നടത്തുകയാണ്. എന്താ ആ സ്റ്റഡിയിൽ ഉദ്ദേശിക്കുന്നത്? പല സ്റ്റോറുകളിലുള്ള കസ്റ്റമേഴ്സിന്റെ പർച്ചേസിംഗ് ബിഹേവിയർ ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ കസ്റ്റമേഴ്സിന്റെ പർച്ചേസിംഗ് ബിഹേവിയർ നമുക്ക് അറിയണം. സോ അതിന് വേണ്ടിയിട്ട് ഔട്ട് ഓഫ് 100 സ്റ്റോഴ്സ് 20 ആർ സെലക്ടഡ് അറ്റ് റാൻഡം. അപ്പോൾ പല സ്റ്റോറുകളിലെ പല പല കടകളിൽ വരുന്ന കസ്റ്റമേഴ്സിന്റെ ബിഹേവിയർ ആണ് അറിയേണ്ടത്. അതിനുവേണ്ടി നമ്മളൊരു 100 സ്റ്റോർ എടുത്തിട്ട് ആ 100 സ്റ്റോറിൽ നിന്നും ഒരു 20 സ്റ്റോർ നമ്മൾ റാൻഡമായിട്ട് ചൂസ് ചെയ്തു. നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ഒരു 100 സ്റ്റോർ നോക്കി. ഈ ഒരു 100 സ്റ്റോർ ആയിരിക്കും നമ്മുടെ പോപ്പുലേഷൻ. അതിൽ നിന്നൊരു 20 സ്റ്റോറുകളെ നമ്മൾ സെലക്ട് ചെയ്തെടുത്തു. ആൻഡ് ഓൾ കസ്റ്റമേഴ്സ് വിത്തിൻ ദോസ് സ്റ്റോർ ആർ സർവേഡ്. ഇനി ആ എടുത്ത 20 സ്റ്റോറുകളിൽ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും നമ്മൾ സർവേ ചെയ്തു. ഇത് ഏത് തരത്തിലുള്ള സാമ്പിളിംഗ് മെത്തേഡ് ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സിമ്പിൾ റാൻഡം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സിമ്പിൾ റാൻഡം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ കടയിൽ നിന്ന് ആരെങ്കിലും ഒരാളെയൊക്കെ വെച്ച് റാൻഡമായിട്ട് എടുത്ത് സ്റ്റഡി ചെയ്യുന്നതാണ് അല്ലേ. സ്ട്രാറ്റിഫൈഡ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഓരോ സ്ട്രാറ്റാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്ട്രാറ്റയിൽ നിന്നുമാണ് എടുക്കുന്നത്. സ്ട്രാറ്റിഫൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സിൻ്റെയോ എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിൽ പല സ്ട്രാറ്റാസ് ആയിട്ട് ആളുകളെയാണ് തരം തിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലായിട്ട് പറയാം എന്താണ് സ്ട്രാറ്റിഫൈഡ് എന്ന്. ദെൻ ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഇവിടെ എടുത്തിരിക്കുന്നത് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ് അല്ലേ. നമ്മുടെ ആ ഒരു പോപ്പുലേഷനെ നമ്മൾ പല പല ക്ലസ്റ്ററുകളാക്കി തിരിച്ച് അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന കുറച്ച് ക്ലസ്റ്ററുകളെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നുണ്ട്. അതാണ് ക്ലസ്റ്റർ സാമ്പിളിങ്ങിന്റെ പ്രത്യേകത. സിസ്റ്റമാറ്റിക് അല്ലെന്നും നമുക്കറിയാം. ഓപ്ഷൻ നമ്മുടെ ആൻസർ ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം സ്ട്രാറ്റിഫൈഡും ക്ലസ്റ്ററും തമ്മിലുള്ള ഡിഫറൻസ് കാണാം. സോ ഇവിടെ ക്ലസ്റ്റർ സാമ്പിളിങ്ങിൽ ദ പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ്. അതായത് നമ്മുടെ ഒരു പോപ്പുലേഷനെ ക്ലസ്റ്ററുകളാക്കി ഡിവൈഡ് ചെയ്തു. നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 100 കടകളായിരുന്നു. ഈ 100 അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു 100 കടകളെ നമ്മൾ പല ക്ലസ്റ്ററുകളായിട്ട് ഡിവൈഡ് ചെയ്തു അല്ലെ. പല ക്ലസ്റ്ററുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്നൊരു 20 സ്റ്റോറാണ് നമ്മൾ സെലക്ട് ചെയ്തത്. സോ ഡിവൈഡ് ഇൻ ടു ക്ലസ്റ്റേഴ്സ് ആൻഡ് എ റാൻഡം സെലക്ഷൻ ഓഫ് ദോസ് ക്ലസ്റ്റേഴ്സ് ഈസ് ചൂസൺ ടു സ്റ്റഡി വിത്ത് ഓൾ ഇൻഡിവിജ്വൽ വിത്തിൻ ദി സെലക്ടഡ് ക്ലസ്റ്റർ ബീങ് ഇൻക്ലൂഡഡ് ഇൻ ദി സാമ്പിൾ. അപ്പൊ നമ്മളിവിടെ ഒരു 100 സ്റ്റോർ ആയിരുന്നു നമ്മുടെ പോപ്പുലേഷൻ. 100 സ്റ്റോർ ആയിരുന്നു നമ്മുടെ പോപ്പുലേഷൻ. അതിനെ നമ്മൾ ഓരോ ക്ലസ്റ്റർ ആക്കി തിരിച്ചിട്ട് അതിൽ നിന്ന് 20 സ്റ്റോർ നമ്മൾ എടുത്തു. ആ 20 സ്റ്റോറാണ് നമ്മുടെ സാമ്പിൾസ്. 20 സ്റ്റോർ എടുത്തിട്ട് ആ ഒരു 20 സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഓരോ ക്ലസ്റ്റേഴ്സ് ആക്കി 20 സ്റ്റോർ എടുത്തിട്ട് ആ ഓരോ സ്റ്റോറിലുമുള്ള എല്ലാ കസ്റ്റമേഴ്സിനെ പറ്റിയും സ്റ്റഡി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആയത്. നമ്മൾ ക്ലസ്റ്ററുകളാക്കി തിരിച്ചാൽ മാത്രം പോരാ. ഇപ്പോൾ ഓരോ ക്ലസ്റ്റേഴ്സ് ആക്കിയിട്ട് തിരിക്കുന്നു. ഇങ്ങനെ ഒരു 20 ക്ലസ്റ്റേഴ്സ് ആക്കി തിരിക്കുന്നു. ഇനി ഈ ഓരോ ക്ലസ്റ്ററിനകത്തും വരുന്ന കംപ്ലീറ്റ് കസ്റ്റമേഴ്സിനെയും നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് റാൻഡമായിട്ട് പിന്നീട് ചൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ 100 കടകളിൽ നിന്ന് ഒരു 20 കട റാൻഡമായിട്ട് എടുത്തു. ഈ 100 അതായത് നമ്മുടെ കംപ്ലീറ്റ് പോപ്പുലേഷനിൽ നിന്ന് 20 സ്റ്റോറുകളെ റാൻഡമായിട്ട് എടുത്തു. ഇനി ആ 20 സ്റ്റോർ എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റേഴ്സ് ആണ്. ഇനി ആ ക്ലസ്റ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യും. ഓരോ കടയിലും വരുന്ന കംപ്ലീറ്റ് ആളുകളെ പറ്റിയിട്ടും പഠിക്കും. അതാണ് നമ്മളുടെ ക്ലസ്റ്റർ സാമ്പിളിങ്ങിന്റെ പ്രത്യേകത. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കുറച്ചുകൂടി ഈ ഒരു ഫിഗർ കാണുമ്പോൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഐഡിയ കിട്ടും. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങും ക്ലസ്റ്റർ സാമ്പിളിങ്ങും ഒരിക്കലും നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിലാണ് നമ്മൾ ആളുകളെ ഗ്രൂപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നോക്കിക്കേ, നിങ്ങൾ ഈ കളർ വെച്ചിട്ട് തന്നെ ഒന്ന് നോക്കിക്കേ. ഗ്രീൻ ഒരു ഗ്രൂപ്പിലാക്കി. അതായത് സെയിം ക്യാരക്ടറിസ്റ്റിക്സ് വരുന്ന ആളുകളെ നമ്മൾ ഓരോ ഗ്രൂപ്പായിട്ട് തിരിക്കും. എന്നിട്ട് ഓരോ ഗ്രൂപ്പിൽ നിന്നും ഒരാളെ എടുത്താൽ മതിയല്ലോ. ഗ്രീനിലുള്ള ആളുടെ ഇവരെല്ലാം ഒരേപോലെയുള്ള ആളുകളാണല്ലോ. നമ്മൾ ഇപ്പൊ ഗ്രീൻ കളറുള്ള ആളുകളെല്ലാം ഒരുമിച്ചാക്കി. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്ത ഒരാളെ എടുത്താൽ മതിയല്ലോ. ഇപ്പൊ കളറല്ല, നമ്മൾ ആളുകളെ കളറിന്റെ ബേസിലല്ല എടുക്കുന്നത്. നോർമലി നമ്മളിപ്പം സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ ഇപ്പോൾ
ഏജ് ഒരു 10 to 20, 20 to 30, 30 to 40 ഒരേ ഏജ് ഗ്രൂപ്പിൽ വരുന്നവരെ ഒരു ക്ലസ്റ്റർ ആക്കുക അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആക്കുക. ഇനി ഓരോ ഗ്രൂപ്പിനെയും റെപ്രസെന്റ് ചെയ്ത് ഓരോരുത്തരെ എടുത്ത് സ്റ്റഡി ചെയ്താൽ മതി. അതാണ് നമ്മളുടെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. ക്ലസ്റ്റർ അങ്ങനെയല്ല. ഇപ്പോൾ ഒരേപോലുള്ള ആളുകളെ ഒന്നും നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നില്ല, എല്ലാവരും ചേരുന്ന ക്ലസ്റ്റേഴ്സ് ആയിരിക്കും അല്ലേ. എല്ലാ തരത്തിലുള്ള ആളുകളും ഓരോ ക്ലസ്റ്ററിലും വരും. ഒരു ക്ലസ്റ്റർ എടുത്ത് ആ ക്ലസ്റ്ററിലുള്ള ആളുകളെ മൊത്തം സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാം ഇപ്പൊ ഗ്രീനും വയലറ്റും യെല്ലോയും എല്ലാം നമുക്ക് മനസ്സിലാകും. അതായത് ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളുകളെ പറ്റിയിട്ടും സ്റ്റഡി ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ആ ക്ലസ്റ്ററിനെ മൊത്തത്തിലാണ് സ്റ്റഡി ചെയ്യുന്നത്. ഈ ക്ലസ്റ്ററിനകത്തൊന്നും പിന്നീട് ഒരാളെന്നും പറഞ്ഞ് എടുക്കുന്നില്ല. അതാണ് ക്ലസ്റ്റർ സാമ്പിളിങ്ങിന്റെ പ്രത്യേകത. സ്ട്രാറ്റിഫൈഡ് അങ്ങനെയല്ല. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആളുകളെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരെ ഗ്രൂപ്പ് ചെയ്തിട്ട് ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോരുത്തരെ മതി. പക്ഷെ ക്ലസ്റ്റർ അങ്ങനെയല്ല. നമ്മൾ അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നില്ല. ടോട്ടൽ പോപ്പുലേഷനിൽ നിന്നും ഒരു ക്ലസ്റ്റേഴ്സ് എടുക്കുക. ക്ലസ്റ്റേഴ്സിന്റെ പ്രത്യേകത എല്ലാ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരും ആ ക്ലസ്റ്ററിൽ കാണും. എന്നിട്ട് ആ ഓരോ ക്ലസ്റ്ററെ മൊത്തമായിട്ട് എടുത്ത് സ്റ്റഡി ചെയ്യുകയാണ്. ചിലപ്പോൾ ഇതിൽ നിന്ന് 2 ക്ലസ്റ്റർ എടുക്കുന്നു. അങ്ങനെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. അതാണ് നമ്മളിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലും കണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ കണ്ട ക്വസ്റ്റ്യനിലും അത് തന്നെയാണ്. നമ്മളൊരു 100 കടകൾ എടുത്തു. അത് നമ്മുടെ പോപ്പുലേഷൻ ആണ്. ഈ 100 കടയിൽ നിന്ന് ഒരു 20 കടകൾ നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്തു. ഓരോ കടയും ക്ലസ്റ്റർ എന്ന് പറയാം. ആ 20 ക്ലസ്റ്റേഴ്സിനെയും മൊത്തത്തിൽ പഠിക്കാം. ഓരോ കടയിലും വരുന്ന ആളുകളെ മൊത്തം നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ക്ലസ്റ്റർ സാമ്പിളിങ്ങിന്റെ പ്രത്യേകത. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനും നമ്മുടെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ടൈപ്പ് ഓഫ് റിസർച്ചും അതിന്റെ എക്സാമ്പിൾസും കാണാം. കാഷ്വൽ റിസർച്ച്. കാഷ്വൽ റിസർച്ച് എന്ന് പറയുന്ന ഇതിൽ ഏതായിരിക്കും? ഐഡന്റിഫൈങ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി, ഡിറ്റർമൈനിങ് മാർക്കറ്റ് ഷെയർ ഓഫ് എ കമ്പനി, അണ്ടർസ്റ്റാൻഡിങ് കൺസ്യൂമർ ബിഹേവിയർ ഇൻ ന്യൂ മാർക്കറ്റ്, ഇവാലുവേറ്റിംഗ് ദി ഇഫക്ട് ഓഫ് എ ന്യൂ അഡ്വർടൈസിംഗ് സ്ട്രാറ്റജി. ഇവിടെ സിമ്പിൾ ആണ്. റിസർച്ച് എങ്ങനെയാണ്, ഓരോ റിസർച്ചും എന്താണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇപ്പോൾ കാഷ്വൽ റിസർച്ച് എന്ന് പറയുന്നത് തന്നെയാണ്. അതായത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റിയെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അത് നമ്മൾ കാഷ്വൽ റിസർച്ച് വഴിയായിരിക്കും അല്ലേ കണ്ടുപിടിക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഒന്നും പുതിയതായിട്ട് കണ്ടുപിടിക്കുന്നില്ല. ഡിറ്റർമൈനിങ് ദ മാർക്കറ്റ് ഷെയർ ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ എത്രയാണ് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നു. ജസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ആണ്. നമ്മളവിടെ ഒന്നും പുതിയതായിട്ട് കണ്ടുപിടിക്കുന്നോ ഒരു വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നോ ഒന്നുമില്ല. ഇനി എക്സ്പ്ലോറേറ്ററി എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് കൺസ്യൂമർ ബിഹേവിയർ ഇൻ ന്യൂ മാർക്കറ്റ്. എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കുകയാണ് അല്ലെങ്കിൽ ഒരു പുതിയ കാര്യത്തിനെ പറ്റിയിട്ട് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പോകുന്നതാണ് എക്സ്പ്ലോറേറ്ററി. എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയാം. എക്സ്പെരിമെന്റൽ എന്ന് പറഞ്ഞാൽ ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ആണ് എക്സ്പെരിമെന്റൽ റിസർച്ചിൽ നിന്ന് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ഇവാലുവേറ്റിംഗ് ദി ഇഫക്ട് ഓഫ് എ ന്യൂ അഡ്വർടൈസിംഗ് സ്ട്രാറ്റജി, ഒരു പുതിയ അഡ്വർടൈസിംഗ് സ്ട്രാറ്റജിയുടെ ഇഫക്ട്, കോസ് ആൻഡ് ഇഫക്ട് എന്നൊക്കെ പറയുമ്പോൾ അത് എക്സ്പെരിമെന്റൽ ആയിരിക്കുമെന്ന് ഓർത്ത് വെക്കാം. ഓപ്ഷൻ എ ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് റിസർച്ചുകൾ കാണാം. കാഷ്വൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നോർമൽ വേരിയബിൾസ് തമ്മിലുള്ള നോർമൽ റിലേഷൻഷിപ്പ് ആണ് നോക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെയോ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനെയോ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. വേരിയബിൾസിനെ ഒന്നും മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല. എക്സ്പ്ലോറേറ്ററി എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റ് റിസർച്ച് ക്വസ്റ്റ്യൻസ്, നമ്മൾ പ്രീവിയസ്ലി സ്റ്റഡി ചെയ്തിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയാണ്. എക്സ്പെരിമെന്റൽ എന്ന് പറഞ്ഞാൽ റിസർച്ചിൽ മാനിപ്പുലേറ്റ് 1 or more ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഏതെങ്കിലും ഒരു വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അത് കാരണം മറ്റു വേരിയബിളിൽ ഉണ്ടാകുന്ന ഇഫക്റ്റുകൾ, അതാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റൽ റിസർച്ചിൽ പഠിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കാനായിട്ടുള്ളത്. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ബാലൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക്